വളരെ ആത്മവിശ്വാസത്തോടെയാണ്. കഴിഞ്ഞ ഇപ്പോൾ 2 മാസം കുര്യാക്കോസ് സംസാരിക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അലംഭാവമാണോ എന്നൊക്കെ തരത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും മാറി മാറി പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലുമല്ല, പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്യട്ടെ, പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്തിട്ട് മാത്രം നടപടി എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരുന്നത് ഞങ്ങളെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റാണ്. ആ റൈറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ നിയമപരമായി അദ്ദേഹത്തോട് ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലൈ ചെയ്ത ശേഷം മാത്രമാണ് നടപടിയെടുത്തിട്ടുള്ളത്. വളരെ സ്വീകാര്യമായ നടപടിയാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ പല ഘട്ടത്തിലും ഈ കേസ് അട്ടിമറിക്കാൻ SIT സംഘം അട്ടിമറിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നിരുന്നു. ആ സമയത്തൊക്കെ ഇതേപോലെ അജിത് കുമാറിന് ശക്തമായ ശിക്ഷ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരിക്കലും SITയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആരോപണമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമായിരുന്നു SITയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാര്യം നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ, നമ്മൾ അവരുടെ അടുത്ത് ഞങ്ങൾ മൊഴി രേഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ 2.5 വർഷക്കാലം അനുഭവിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലുകളായിരുന്നു SITയുടെ ഭാഗത്തുനിന്നാണെങ്കിലും. അതിനുശേഷം പല വിഷയങ്ങളിലും ഞങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അങ്ങനൊരു ആരോപണമുള്ളതായിട്ട് എനിക്കറിയില്ല. ആരോപണം പറയുന്നത് ഈ നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെ പറ്റിയായിരുന്നു ചോദിച്ചത്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഞാൻ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും, തോമസ് പങ്കെടുത്ത എല്ലാ MLA പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നത് നടപടി ഉണ്ടാവും, തീർത്തും നടപടി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു മുമ്പോട്ട്. നടപടി എടുക്കാൻ വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന നടപടി എടുക്കണം, കുറ്റക്കാർക്കെതിരെ ശിക്ഷ നടപടി ചാർജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണല്ലോ SIT രൂപീകരിച്ചത്. ഗവൺമെന്റ് ആദ്യത്തെ തീരുമാനമാണ്, ഈ ഗവൺമെന്റ് വന്ന ശേഷമുള്ള ആദ്യത്തെ തീരുമാനം. അതിനൊരു എന്താ പറയുക,